മക്കൾസ്, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. വളരെ ഈസി, സൂപ്പർ ഈസി. ഇത് ഞാൻ പറയുന്നതല്ല, മിക്ക സ്റ്റുഡൻസും മെസ്സേജ് അയച്ചുകൊണ്ട് പറയുന്നത് അത് തന്നെയാണ്. സാറേ വളരെ ഈസി ആയിരുന്നു, സന്തോഷമുണ്ട്. അത് കേൾക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ വല്ലാത്ത സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സന്തോഷം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പ്രത്യേകിച്ച് അറിയിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ക്ലാസ് കണ്ട് പോയിട്ട് നിങ്ങൾക്ക് എക്സാം ഹാളിൽ അത് വല്ല ഹെൽപ്പും ചെയ്തോ, നിങ്ങൾക്ക് ഇത് തലേന്ന് പഠിച്ച ക്വസ്റ്റ്യൻ ആണല്ലോ, ഇതൊന്ന് രാവിലെ കൂടെ കണ്ടതാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അധികം സന്തോഷവാന്മാരായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ എനർജിയിൽ ഇനിയും ക്ലാസ്സുകൾ തരാൻ കഴിയും. സോ നമ്മൾ പഠിപ്പിച്ചതുപോലെയൊക്കെ തന്നെയാണോ വന്നത്, അത് നിങ്ങൾക്ക് ഏറെ ഹെൽപ്ഫുൾ ആയെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് സത്യസന്ധമായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. നമ്മളപ്പോൾ നമ്മുടെ ആൻസർ കീയിലേക്ക് കയറുകയാണ്. സോ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം വന്നത്. ഒരു പ്രശ്നമില്ലാണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന, നമ്മൾ പഠിപ്പിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിപ്പിച്ച് പോയത് തന്നെയാണ്. സോ നമുക്ക് ആൻസർ കീയിലേക്ക് കയറാം. മക്കളെ, അതിന് മുമ്പ് +1 നിന്ന് നിങ്ങൾ +2 പോവുകയാണ്. നിങ്ങൾക്ക് ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതാ, നമ്മൾ മാർച്ച് 27 ബാച്ച് ലോഞ്ച് ചെയ്യുന്നത്. മാർച്ച് 20 മുമ്പ് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അതിനെക്കുറിച്ച് ഞാൻ വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബുക്ക് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അടങ്ങിയതായിരിക്കും. ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ. അത് ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയും. ചാപ്റ്റർ പഠിക്കേണ്ടെന്നല്ല, ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസിലൂടെ പോകണം. അപ്പോൾ നിങ്ങളിപ്പോൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാവുക PDF ഡൗൺലോഡ് ചെയ്യും, എന്നിട്ട് മൊബൈലിൽ നോക്കിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുക. ഇത് മൊബൈലൊക്കെ നോക്കി കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ സ്ക്രീനൊക്കെ പ്രശ്നമായിരിക്കും. മാക്സിമം നിങ്ങളുടെ ബുക്ക് രൂപത്തിൽ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ഈ മെറ്റീരിയലിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ലോ ലെവൽ മുതൽ ഹയർ ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത് കിട്ടുക എന്ന് പറഞ്ഞാൽ +2 പെർസെൻറ്റേജ് കൂട്ടുന്നതിൽ നിങ്ങളെ ഏറെ സഹായിക്കുന്ന ഒരു സംഭവം കൂടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ രസകരമായിട്ട് തന്നെ, അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എല്ലാ സബ്ജക്റ്റും പഠിക്കാം. കെമിസ്ട്രിയിലൊക്കെ ഓർഗാനിക് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ട് 4-5 ചാപ്റ്റർ തന്നെ വരുന്നുണ്ട്. രസകരമായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, നമ്മുടെ കൂടെ പഠിക്കാം. സോ അപ്പം +2 കൂടെ ഉഷാറാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദെൻ നമ്മൾ ആൻസർ കീയിലേക്ക് വരികയാണെങ്കിൽ നോക്കിക്കേ മക്കളെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ ചെയ്ത സം ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിൽ പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മളും ചെയ്തത് അത് തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഫിസിക്സിലൊക്കെയാണ് ചോദിക്കുക, നമ്മൾ ഇതിൽ ചോദിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ താല്പര്യം ആര് നോക്കുന്നു? അവിടെ ചോദിച്ചു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 4 ആണ്. 1 2 3 4 0 എണ്ണണ്ടല്ലോ, അപ്പോൾ 4 ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ദെൻ മക്കളെ, അക്കോർഡിംഗ് ടു പോളിംഗ് സ്കെയിൽ ദ എലമെന്റ് വിത്ത് ദ ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി, എല്ലാവർക്കും അറിയുന്ന, എല്ലാ പ്രാവശ്യവും പറയുന്ന, ടീച്ചർ ഡിസ്കസും ചെയ്ത പോയിന്റാണ്. ഫ്ലൂറിനാണ് ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? കൺഫ്യൂഷൻ, ചില ആളുകളെങ്കിലും കൺഫ്യൂഷൻ അടിച്ചു എന്ന് പറയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ആണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ആണ് ചോദിച്ചത്. മക്കളൊന്ന്, നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിപ്പിച്ചപ്പോൾ ഇത് ശരിക്കും തെറ്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാലൻസ് ഇലക്ട്രോൺ ടോട്ടൽ എണ്ണണം, എന്നിട്ട് എലമെന്റ്സിന്റെ സ്ട്രക്ചർ എഴുതിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ എങ്ങനെയാണ് വരയ്ക്കേണ്ടതുള്ള 2-3 ക്വസ്റ്റ്യൻ ഞാൻ കെമിക്കൽ ബോണ്ടിങ്ങിൽ ട്രിക്ക് വെച്ച് പറഞ്ഞു തന്നു. പക്ഷേ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാത്ത ആളുകളെ വെച്ച് നോക്കാം. പിന്നെ ഒരു പോയിന്റ് കൂടി നിങ്ങൾക്ക് അറിയണം. ഇയാൾ എന്ന് പറയുന്നത് എന്നോ എന്ന് പറയുന്ന ആള്, നോ ടു. ഈ നോ ടു നമ്മൾ ട്രിക്ക് വെച്ച് നോ ടു എന്ന് കമന്റ് ബോക്സിൽ ഇങ്ങനെ മക്കൾ ഇടാറുണ്ടായിരുന്നു. എന്താണ്? ലിമിറ്റേഷനിൽ പെട്ടതാണ്. ഒക്ടട്രോണിന്റെ ലിമിറ്റേഷൻ ആണ്, ഇൻകറക്റ്റ് അല്ല. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഇത് കറക്റ്റ് ആണ്. അത് 8 കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ള ലിമിറ്റേഷൻ. ഇത് കറക്റ്റ് തന്നെയാണ്. നൈട്രജന്റെ ചുറ്റും 5 ഇലക്ട്രോൺ ആണ് വേണ്ടത്. 1 2 3 4 5 5 ഉണ്ട്. പിന്നെ അത് ഓഡ് നമ്പറിൽ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂളിന്റെ ലിമിറ്റേഷൻ മാത്രമാണ്. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ശരിയാണ്. ഏതാ തെറ്റ്? ക്ലിയർലി നമുക്കിവിടെ കാണാൻ പറ്റും. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഇവിടെ ഇതാണ് തെറ്റ്. സോ നമ്മൾ പ്രൂഫ് സഹിതം, നമ്മൾ പഠിപ്പിച്ചതൊക്കെ കൃത്യം പ്രൂഫ് സഹിതമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നൈട്രജന്റെ അപ്പുറത്ത് ലോൺ പെയർ, അവിടെ ലോൺ പെയർ വേണം എന്നുള്ളതാണ്. അതവിടെ ഇല്ലാത്തത് കൊണ്ട് അതാണ് അവിടുത്തെ ഇൻകറക്റ്റ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ എന്നോ ആയിട്ട് ആരെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. ദെൻ മക്കളെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ. ഇതിന് പ്രൂഫ് ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. നമ്മളിത് പഠിപ്പിച്ചാണ്. ഞാനിതിങ്ങനെ എഴുതിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത്. ഇക്വിലിബ്രിയം റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റലിസ്റ്റ്, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ടെമ്പറേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിരുന്നു. ഒന്ന് കേട്ടോ. നമ്മളത് കൃത്യം ഒന്ന് പറഞ്ഞിരുന്നു എങ്ങനെയാണെന്നുള്ളത്. കേൾക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു മിനിറ്റ്. കേൾക്കുമെന്ന് വിചാരിക്കുന്നു. ടെമ്പറേച്ചർ മാറ്റാത്തടത്തോളം കാലം
ടെമ്പറേച്ചർ മാറ്റാത്തിടത്തോളം കാലം KSP മാറില്ല എന്ന് പറഞ്ഞാൽ K മാറില്ല. KSP എന്ന് പറഞ്ഞാൽ സൊല്യൂബിലിറ്റി പ്രോഡക്റ്റിന്റെ കോൺസ്റ്റന്റ്, അത് KC ആയിക്കോ എന്തോ ആയിക്കോട്ടെ. സോ ടെമ്പറേച്ചർ മാറ്റാത്തിടത്തോളം കാലം വിച്ച് മീൻസ് ടെമ്പറേച്ചറിനനുസരിച്ച് KC മാറുന്നു എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അതും സെറ്റ് മക്കളെ. ദെൻ 5ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി ഗിവൺ കോമ്പൗണ്ട് ബ്യൂട്ട് 2E1 ബ്യൂട്ട് 2E1 നമ്മൾ പെൻഡ് 4E2 ഇന്ന് മോർണിംഗ് ബൂസ്റ്ററിൽ പോലും ചെയ്ത ക്വസ്റ്റ്യനാണ്. ഒരുപാട് UPSCയും ചെയ്തു. ഇന്നത്തെ രാവിലത്തെ ക്ലാസ്സിൽ പെൻഡ് 4E2 ഒന്ന് ക്ഷമിക്കടാ, പെൻഡ് ബ്യൂട്ട് 4E2E2 നമ്മൾ ചെയ്ത് തന്നെയാണ്. അപ്പൊ എങ്ങനെ എഴുതുക, എഴുതാൻ കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? വെരി സിമ്പിൾ ആയിട്ട് എഴുതാലോ. എങ്ങനെ എഴുതാം? ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 കാർബൺ, 1 2 3 4. ആ 4 കാർബണിൽ രണ്ടാമത്തെ കാർബണിൽ ഈന്, ഒന്നാമത്തെ കാർബണിൽ ഓൾ. അപ്പൊ ഇതോ അല്ലെങ്കിൽ ഇതോ നിങ്ങൾക്ക് ഒന്നാമത്തെ കാർബൺ എടുക്കാം, OH എടുക്കാം. ബാക്കി ഹൈഡ്രജൻ ബാലൻസ് CH3 CH CH CH2. ഈ CH ഒന്നും കൊടുക്കുന്നത് തെറ്റരുത്. നിങ്ങൾക്ക് ബോണ്ട് ലൈൻ ആയിട്ട് വേണമെങ്കിലും ഇത് എഴുതാട്ടോ. 1 2 3 4 എങ്ങനെ എഴുതിയാലും ആൻസർ മാർക്ക് കിട്ടും. നാലാമത്തെ ഇതാണല്ലോ ഒന്നാമത്തെ കാർബൺ. അപ്പൊ ഒന്നാമത്തെ കാർബൺ വന്ന് OH, ഒന്നാമത്തെ കാർബൺ വന്ന് OH, 2ന്റെയും 3ന്റെയും അടുക്ക് ഡബിൾ ബോണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് എഴുതാം ബ്യൂട്ട് 2E1. ഇത് എഴുതിയാലും മാർക്ക് കിട്ടും, ഇത് എഴുതിയാലും മാർക്ക് കിട്ടും. സെറ്റ്. ഇങ്ങനെയും കൂടി ഒന്ന് എഴുതി പഠിക്കുന്നത് പ്രൊഫഷണാലിറ്റിയാണ്. അതൊന്ന് എഴുതി പഠിക്കുന്നത് നല്ലതാണ്. അങ്ങനെ എഴുതി പഠിച്ച് റിയാക്ഷനൊക്കെ സെറ്റ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ തിളങ്ങാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഞാൻ എൻ്റെ മക്കൾക്കൊന്ന് ടിപ്പായിട്ട് പറഞ്ഞിരുന്നു. ദെൻ 6ാമത്തെ ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ലിമിറ്റിംഗ് റിയേജൻ്റ് ഒക്കെ ചെയ്ത് ആകെ കൂടെ ചെയ്യാണ്ട്. നമ്മൾ എത്ര ലിമിറ്റിംഗ് റിയേജൻ്റ് ഒക്കെ ചെയ്ത് വലിയ ക്വസ്റ്റ്യൻ, കിലോഗ്രാമിൻ്റെ ക്വസ്റ്റ്യനും എത്ര മാസം അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്നു ഒക്കെ വരെ വളരെ സിമ്പിൾ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ക്വസ്റ്റ്യൻ ഇട്ടാൽ ഉദ്ദേശിച്ചിട്ടേ ഇല്ലാന്ന് തോന്നുന്നു. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇത്ര ഈസി ആയതുകൊണ്ട് ഇനി ആരെങ്കിലും ഇത് ലിമിറ്റിംഗ് റിയേജന്റോ കണ്ടുപിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറെ ആലോചിച്ചിരുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. സോ ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ടോ? ഇവിടെ ഒരു തെറ്റുണ്ട് കേട്ടോ. CH4 + 2O2 ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല ഇത്. എനിവേ, ബാലൻസ്ഡ് ഇക്വേഷൻ ഫോർ ദി കമ്പഷൻ ഓഫ് മീഥൈൻ ഈസ് CH4 + 2O2 is CO2 + 2H2. if 96 gram of methane undergoes complete combustion, കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്. അപ്പോൾ ഈ 2O2 എന്നിട്ടാത്ത ഈ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് ബാധിക്കില്ല. അതുകൊണ്ട് തെറ്റ് മാർക്ക് വേണം എന്നൊന്നും പറഞ്ഞ് വായിച്ചു പിടിക്കണ്ട. ഓക്കെ, 96 gram ഓഫ് മീഥൈൻ. അപ്പോൾ ഈ ഇക്വേഷനിലും 96 gram മീഥൈൻ ആണ്. 96 gram മീഥൈൻ എടുത്താൽ കമ്പഷൻ നടത്തിയാൽ എത്ര മാസ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്ന? വെരി സിമ്പിൾ. നിങ്ങൾക്ക് CH4 അറിയുന്ന മാസം എത്രയാ? 16 gram. നിങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അറിയുന്ന മാസം എത്രയാ? 44 gram. എന്താ മക്കളെ, 16 gram കൊണ്ട് 44 gram കിട്ടുമെങ്കിൽ 96 gram കൊണ്ട് എത്ര ഗ്രാം കിട്ടുമെന്നാണ് ചോദ്യം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എടാ 16ഉം 96ഉം തമ്മിലുള്ള ബന്ധം 96നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 6 എന്നാണ് കിട്ടുക. 16 × 6 96. അങ്ങനെയാണ് ഇവിടുത്തെ നമ്പറിനെയും 44 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 6 കിട്ടണം. അതാണല്ലോ റേഷ്യോ. സോ 44 × 6 ചെയ്താൽ പോരെ. വെരി സിമ്പിൾ. 6 × 4 24, 2 ശിഷ്ടം 6 4 24 2 26, 264 gram എന്ന് കിട്ടും. ലിമിറ്റിംഗ് റിയേജന്റിലോ ഒന്നുമില്ല, തന്ന ഒരളവ് എടുത്തിട്ട് ഡയറക്റ്റ് ചെയ്യുക. 2 മാർക്ക് ഫ്രീ. നമ്മളത് വലിയ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ ചെയ്തതുമാണ്. റെഡി? സിമ്പിൾ. ഇതേപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട് കേട്ടോ. 22 gram മീഥൈൻ. അതെടുത്താൽ മതിയായിരുന്നു ഇവിടെ പ്രൂഫ് ആയിട്ട്. 22 gram CO2 കമ്പഷന് പോകുമ്പോൾ എത്ര ഗ്രാം മോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എനിവേ, then calculate the radius of third orbit of hydrogen. Structure of atom നിന്ന് മിസ് അതുപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നിട്ടുണ്ട്. Calculate the radius of second orbit of lithium. ശ്രദ്ധിക്കണേ, ഇവിടെ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ലിഥിയം എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് 3 കൊടുക്കണം. ഇവിടെ നിങ്ങൾ അങ്ങനെ പോലും ബുദ്ധിമുട്ടിക്കുന്നില്ല. ജസ്റ്റ് ഹൈഡ്രജൻ ആറ്റം. എന്നിട്ടോ റേഡിയസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. A0 × n²/z ആണ്. എന്നിട്ടോ A0ന്റെ വാല്യൂ എൻ്റെ മക്കൾക്ക് ഇനി അറിയില്ലെങ്കിലോ പാവം പിടിച്ച് അതും കൂടി കിടക്കട്ടെ. A0ന്റെ വാല്യൂ പോലും ക്വസ്റ്റ്യനിൽ തന്നു. അതറിയാതെ വിഷമിക്കേണ്ട മക്കളെന്ന് വിചാരിച്ചിട്ട്. സോ 52.9 × n². എന്നാ പിന്നെ ഇക്വേഷൻ കൂടെ തരണ്ട സാറേ. ഇക്വേഷൻ തരില്ല, അത് നിങ്ങൾ കണ്ടുപിടിക്കണം. n² എത്രയാ? തേർഡ് ഓർബിറ്റ്. അപ്പൊ 3² ഡിവൈഡ് ബൈ z എത്രയാ? 1. അപ്പൊ 1. 52.9 × 3² ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. Identify the correct electronic configuration of carbon from the following. കാർബണിന്റെ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2 എന്നല്ല 2px2 എന്നാണ് അവിടെ തന്നത്. അത് തെറ്റാ. 1s2 2s2 2px-ൽ 1 2py-ൽ 1. അതാണല്ലോ കറക്റ്റ്. അത് എന്ത് റൂൾ? അതുപോലും ചോദിച്ചില്ല. എന്ത് റൂൾ വെച്ചിട്ടാണ്? ഹൺസ് റൂൾ ആണ്. പി എന്ന് പറയുന്ന ആൾക്ക് 3 ഓർബിറ്റിൽ പിയിൽ നിങ്ങൾ 2 ഇലക്ട്രോൺ ഫിൽ ചെയ്യുമ്പോൾ 2px-ന് 1 കൊടുക്കണം, y-ന് 1 കൊടുക്കണം, z-നും ഉണ്ടെങ്കിൽ അതും കൊടുത്തിട്ടേ പെയർ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഇപ്പം എന്താ ചെയ്തത്? y-ന് കൊടുക്കാതെ പെയർ ചെയ്തു. അപ്പോൾ ഇത് തെറ്റ്. അപ്പൊ ഇതാണ് ശരി. സ്കെച്ച് അതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്നുള്ളത്. മിസ് കറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോൺ അറേഞ്ച്മെന്റ് ഏതിലാ ശരിയെന്ന്. യെസ്. ദെൻ സ്കെച്ച് ദ ബൗണ്ടറി സർഫസ് ഡയഗ്രാം ഓഫ് px ഓർബിറ്റൽ. px-ന്റെ ബൗണ്ടറി സർഫസ് ഡയഗ്രാം മുകളിൽ തന്നെ വരക്കണം എന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ എങ്ങനെയാണോ എക്സ് ആക്സിസ് എടുക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയാണ് എക്സ് ആക്സിസ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക. നിങ്ങൾ എങ്ങനെയാണോ എക്സ് ആക്സിസ് എടുക്കുന്നത് ആ എക്സ് ആക്സിലൂടെ വരച്ചാൽ px ആയി. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെൻഷൻ ദി 2 types ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഗിവ് 1 എക്സാമ്പിൾ ഫോർ ഈച്ച് ടൈപ്പ്. യെസ്, 2 types ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ഏതാണ്?
നെയിം ദ 2 ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. നമ്മൾ ചെയ്തതാ. ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും. ഇന്റർ മോളിക്കുലറിന് നമ്മൾ പറയുന്ന എക്സാമ്പിൾ HF ആണെങ്കിൽ, ഇൻട്രാ മോളിക്കുലറിന് നമ്മൾ പറയുന്ന എക്സാമ്പിൾ ഓർത്തോ നൈട്രോഫീനോൾ. സെറ്റ് അല്ലേ? റെഡി. അതൊന്നും അതിനൊക്കെ കുറേ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്നും ചോദിച്ചിട്ടില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അതൊക്കെ ചോദിച്ചത്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആൻഡ് പാത്ത് ഫംഗ്ഷൻസ്. ഞാൻ പറഞ്ഞിരുന്നു മോഡലിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻസീവും ഇന്റൻസീവും ചോദിച്ചത് കൊണ്ട് ഞാൻ മോർണിംഗ് ബൂസ്റ്ററിലായിരുന്നു അങ്ങനത്തെ പ്രൊഡിക്ഷനൊക്കെ നടത്തി, ആരെങ്കിലും കണ്ടിരുന്നോന്ന് അറിയില്ല. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും ചോദിക്കാനാണ് ഈസി ചാൻസ്. എക്സ്റ്റെൻസീവ് ഇന്റൻസീവും ചോദിച്ചത് കൊണ്ട് സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും ചോദിച്ചിട്ടുണ്ട്. ഇന്റേണൽ അവിടെയും നമ്മൾ ട്രിക്ക് പഠിച്ചിട്ടുണ്ട്. തെർമോഡൈനാമിക്സിൽ ഹീറ്റും വർക്കും പാത്ത് ബാക്കി എല്ലാം സ്റ്റേറ്റ്. ഇങ്ങനെ പഠിച്ചിട്ടില്ലേ ഒരു ട്രിക്ക്? ഹീറ്റും വർക്കും പാത്ത് ബാക്കി എല്ലാം സ്റ്റേറ്റ്. സോ 2 എനർജികളും സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, ഹീറ്റും വർക്കും മാത്രമാണ് പാത്ത് ഫംഗ്ഷൻ. സെറ്റ്. Then explain common ion with effect with a suitable example. Direct question. നമ്മൾ ചെയ്ത ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കോമൺ അയൺ എഫക്ട് വെച്ചിട്ട്, പക്ഷെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോമൺ അയൺ എഫക്ട് എന്താ അറിയാലോ? ഇറ്റ് ഈസ് ദ സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ്. 12. വാട്ട് ഈസ് മെന്റ് ബൈ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻസ്? ഗിവ് വൺ എക്സാമ്പിൾ. റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്തായാലും പഠിച്ചുകൊണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ് മിസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ, ഒരാൾക്ക് തന്നെ ഓക്സിഡേഷനും ഒരാൾക്ക് തന്നെ റിഡക്ഷനും. ഗിവ് വൺ എക്സാമ്പിൾ. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഏറ്റവും നല്ല എളുപ്പത്തിൽ പഠിക്കാവുന്ന എക്സാമ്പിൾ 2H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ബ്രേക്ക് ചെയ്യുന്ന എക്സാമ്പിൾ ആണ്. ദെൻ explain the detection of sulfur in an organic compound by using sodium fusion research. ഞാൻ വീണ്ടും പറഞ്ഞിരുന്നു, മോഡലിന് നിങ്ങൾക്ക് ലെസൈൻ ടെസ്റ്റ് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് പബ്ലിക്കിന് ചോദിക്കാതിരിക്കില്ല, പബ്ലിക്കിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഹൗ വിൽ യു ഡിറ്റക്ട് പ്രസൻസ് ഓഫ് ഫോളോയിങ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നൈട്രജന്റെയും സൾഫറിന്റെയും ചെയ്തിട്ടുണ്ട്. ഇവിടെ സൾഫർ മാത്രമാണ് ചോദിച്ചത്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ എക്സ്ട്രാക്റ്റിലേക്ക്, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് ലെഡ് അസറ്റേറ്റും അസറ്റിക് ആസിഡും ചേർത്താൽ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. മറ്റൊരു ആൻസറും കൂടെ ഉണ്ട്. ഏതാ? സോഡിയം നൈട്രോ പ്രൊസൈഡ് ചേർത്താൽ വയലറ്റ് കളർ. അതും നിങ്ങൾക്ക് സൾഫറിന്റെ ടെസ്റ്റ് ആയിട്ട് എഴുതാം. Then which of the following compounds are aromatic according to Huckel's rule? I think ഈ ക്വസ്റ്റ്യൻ മോഡലിന് പോലും കുറച്ച് ടഫ് ആയിരുന്നു. ഹക്കൽസ് റൂൾ മോഡലിനും ചോദിച്ചിരുന്നു, പക്ഷേ മോഡലിനേക്കാൾ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ക്വസ്റ്റ്യൻ. കോമ്പൗണ്ട് ആണ് തന്നത്. ഇത് അരോമാറ്റിക് ആണ്, കണ്ടാൽ അറിയാം. ഇത് അരോമാറ്റിക് ആണ്, കണ്ടാൽ അറിയാം. ഇവിടെ ആകെ 2π ഇവിടെ 4π ഉള്ളൂ. അപ്പോൾ ഇത് അരോമാറ്റിക് അല്ല. തേർഡ് വൺ ആണ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് ആർ അരോമാറ്റിക്? ഇത് രണ്ടുമാണ് ആൻസർ. അരോമാറ്റിക് ഏതാണെന്ന് ചോദിച്ചാൽ 1 ഉം 2 ആണ് അരോമാറ്റിക്, 3 അരോമാറ്റിക് അല്ല. ദെൻ അരോമാറ്റിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടെ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു, കുറച്ചും കൂടെ വേറെ ടൈപ്പ് ടോപ്പിക്കുകൾ. അപ്പോൾ അത് പഠിച്ചവർക്ക് ഇതൊക്കെ ഈസി ആയിരിക്കും. റെഡി? ദെൻ ഐഡന്റിഫൈ ദ ഓർഗാനിക് കോമ്പൗണ്ട് ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. നിങ്ങളുടെ ബെൻസീനിലേക്ക് CH3Cl ആൻഹൈഡ്. ഇതാ നോക്കിക്കേ, എന്താ നോക്കിക്കേ, ഇത് നോക്കിക്കേ, ഇത് നമ്മൾ ചെയ്തതാണ്. ബെൻസീനിലേക്ക് CH3Cl ആൻഹൈഡ് ClCl3 എടുത്താൽ കിട്ടുന്ന റിയാക്ഷൻ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ CH2 വൂഡ്സ് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും അധികവും ചോദിക്കുക. നമ്മൾ പറഞ്ഞിരുന്നു വൂഡ്സ് റിയാക്ഷൻ. C2H5Br 2 പ്രാവശ്യം എഴുതി 2Na ചേർത്തു. യെസ് 2CH3CH2 Br പകരം Cl ആണ് നമ്മൾ ചെയ്തത്. ആൻസർ നിങ്ങൾക്കറിയാം. ഇവിടെ ഈഥൈൻ അല്ല എടുത്തത്, അപ്പോൾ നിങ്ങൾക്ക് ബ്യൂട്ടൈൻ കിട്ടിയിട്ടുണ്ടാവും. സിമ്പിൾ ക്വസ്റ്റ്യൻ, 1 മാർക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാം. ഡിഫൈൻ ദ ഫോളോയിങ്. ഇത് ഞാൻ നമ്മുടെ മോർണിംഗ് ബൂസ്റ്ററിൽ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിന്ന് ഡിഫൈൻ എന്ന് പറഞ്ഞ് വരാൻ ചാൻസ് ഉള്ള 3-4 ടോപ്പിക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ പറഞ്ഞൊരു ടോപ്പിക്കായിരുന്നു ഹോമോജീനിയസ്, ഹെട്രോജീനിയസ്, AMU, മോൾ കോൺസെപ്റ്റ്, മൊളാരിറ്റി. അതൊക്കെ വന്നിട്ടുണ്ട്. അറ്റോമിക് AMU വന്നിട്ടുണ്ട്, ലിമിറ്റിംഗ് റിയേജന്റ് വന്നിട്ടുണ്ട്, മൊളാരിറ്റി വന്നിട്ടുണ്ട്. എന്താണ് AMU നമ്മൾ പഠിപ്പിച്ചതാണ്. എന്താണ് മൊളാരിറ്റി എല്ലാവരും പഠിക്കുന്നതാണ്. എന്താണ് മോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. സോ മോൾ ഇല്ല, ലിമിറ്റിംഗ് റിയേജന്റ് ആണുള്ളത് അല്ലേ? സോറി ഇതിൽ ഞാൻ മോൾ കോൺസെപ്റ്റ് ആണ് എഴുതിയത്. ലിമിറ്റിംഗ് റിയേജന്റ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പ്രൂഫ് കൊണ്ടുവന്ന് തെറ്റിയതാണ്. ലിമിറ്റിംഗ് റിയേജന്റ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ് അറിയായിരിക്കും നിങ്ങൾ. ക്ലാസ് ഉണ്ട്. മോൾ അല്ല ചോദിച്ചാൽ ലിമിറ്റിംഗ് റിയേജന്റ്, മൊളാരിറ്റിയും ചോദിച്ചിട്ടുണ്ട്. റെഡി? എക്സ്പ്ലെയിൻ ദ റിസൾട്ട്സ് ഒബ്റ്റെയിൻ ഇൻ ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എക്സ്പെരിമെന്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എക്സ്പെരിമെന്റിന്റെ റിസൾട്ട്സ്, എക്സ്പ്ലെയിൻ ദ റിസൾട്ട്സ് ഒബ്റ്റെയിൻ ഇൻ ദ. എന്തൊക്കെയാണ് ഇന്ന് ഉണ്ടാകുന്ന റിസൾട്ട്സ്? ഒന്നാമത്തെ റിസൾട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ടൈം ലാഗോടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നടക്കുമ്പോൾ അവിടെ ഒരു ടൈം ലാഗ് ഇല്ല, പെട്ടെന്ന് നടക്കും. ചെന്ന് ഇടിക്കുന്നതും അവിടുന്ന് ഇലക്ട്രോൺ പുറത്തു പോകുന്നതും പെട്ടെന്ന് നടക്കും. അതുപോലെ തന്നെ നിങ്ങൾ അടിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് പുറത്തു വരുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കൂടും. സോ അതും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അടിക്കുന്ന ലൈറ്റിന്റെ ഇന്റൻസിക്ക് അനുസരിച്ച് പുറത്തു വരുന്ന ഇലക്ട്രോണുകളുടെ നമ്പറും കൂടും. അങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ദെൻ പീരിയോഡിക് ടേബിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് ഹൗ ഡസ് ദ അയോണൈസേഷൻ എൻതാൽപ്പി വേരി ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്. അറിയാലോ, ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരും തോറും ആറ്റത്തിന്റെ സൈസ് കൂടും. അതാണ് ഗിവ് റീസൺ. സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറയും. സോ ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുന്തോറും സൈസ് കൂടും, അയണൈസേഷൻ എൻതാൽപ്പി കുറയും. എമംഗ് ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം, കാരണം സാധാ കണ്ട് ടൈപ്പ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എനിവേ നിങ്ങൾക്ക് അത് വെരി സിമ്പിൾ ആയിട്ട് ബെറിലിയത്തിന്റെ താഴെയാണ് മെഗ്നീഷ്യത്തിന്റെ താഴെയാണ് കാൽഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ചോദ്യം എന്താണ്? വിച്ച് എലമെന്റ് ഹാസ് ദി ഹയസ്റ്റ് ഫസ്റ്റ് അയണൈസേഷൻ താൽപ്പി. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും അയണൈസേഷൻ താൽപ്പി കുറയും. അപ്പോൾ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അയണൈസേഷൻ താൽപ്പി? ബെറിലിയത്തിന്. അങ്ങനെ പറയാം. മറ്റൊരു ട്രിക്ക് ആൻസർ, ബെറിലിയത്തിന്റെ അവസാനം 2s2 എന്നാണ്,
മെഗ്നീഷ്യം 3s2 ആണ്, 3s2 ആണ്, കാൽഷ്യം 4s2 ആണ്. അപ്പം 2s2 പറയുമ്പോൾ ന്യൂക്ലിയസിന്റെ അടുത്ത്, 3s2 പറയുമ്പോൾ ന്യൂക്ലിയസിന്റെ വിട്ട്, 4s2 പറയുമ്പോൾ ന്യൂക്ലിയസ് നല്ലോണം വിട്ട്. അപ്പോൾ എല്ലാത്തിലും s2 ആണെങ്കിൽ പോലും ഏറ്റവും അടുത്തുള്ള ന്യൂക്ലിയസിന്റെ അടുത്ത് ബെർലിയാണ്. അപ്പോൾ അയാൾക്കായിരിക്കും കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരിക. ദെൻ വിച്ച് എലമെന്റ് ഹാസ് ദി മോസ്റ്റ് മെറ്റാലിക് ക്യാരക്ടർ? നിങ്ങൾക്കറിയാം, ഒരാറ്റത്തിന്റെ സൈസ് കൂടുന്തോറും കൊടുക്കാനുള്ള കഴിവ് കൂടും, സൈസ് കുറയും തോറും വാങ്ങാനുള്ള കഴിവ്. അപ്പോൾ വലിയ ആളാണെങ്കിൽ കൊടുക്കാനാണ് കഴിവ്. സോ അതാണ് മെറ്റാലിക് ക്യാരക്ടർ. കൊടുക്കുക എന്നുള്ളതാണ് മെറ്റൽസ്. സോ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും കാൽഷ്യത്തിന് മെറ്റാലിക് ക്യാരക്ടർ, ഇവിടെ കാൽഷ്യമാണ് മെറ്റാലിക് ക്യാരക്ടർ കൂടുതലുള്ളത്, കാരണം അയാളാണ് സൈസ് കൂടുതൽ. റെഡി? അപ്പോൾ ഇതിൽ മീൻസ് നിങ്ങൾ കൃത്യമായിട്ട് മെറ്റാലിക് ക്യാരക്ടർ ഒക്കെ പഠിപ്പിച്ചതാണ്, ഇതിൽ തെളിയിച്ചതുമാണ്. ദെൻ ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവുമല്ലോ. വിച്ച് എമംഗ് ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ ഹാസ് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ എൻതാൽപ്പി? ക്ലോറിൻ ആണ്. എപ്പോഴും പ്രഡിക്ഷനിൽ പറയുന്നത്, എന്തായാലും ചോദിക്കും. ഐ തിങ്ക് മോഡലിനും അതേ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഗിവ് റീസൺ, അറിയാലോ, ഇലക്ട്രോൺ റിപ്പൾഷൻ വരുന്നത് കൊണ്ടാണെന്നൊക്കെ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണെന്ന് അറിയാലോ, ഇറ്റ് ഈസ് ദ എനർജി റിലീസ്ഡ് വെൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ്, ഒരു ഗേഷ്യസ് ഐസൊലേറ്റഡ് ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ. ദെൻ റൈറ്റ് ദ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് N2, കാൽക്കുലേറ്റ്സ് ഇറ്റ്സ് ബോണ്ട് ഓർഡർ ആൻഡ് ഓൾസോ പ്രെഡിക്റ്റ് ഇറ്റ്സ് മാഗ്നറ്റിക് ബിഹേവിയർ. സെയിം സാധനം നമ്മൾ ചെയ്തിട്ട് കേട്ടോ, സെയിം കോൺഫിഗറേഷൻ ചെയ്തിട്ട് അതിൽ എല്ലാം 2 എന്നായിരിക്കും. അപ്പോൾ ഇത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും എന്നുള്ള സാധനവും ബോണ്ട് ഓർഡർ 3 ആയിരിക്കും എന്നുള്ള സാധനവും നമ്മൾ ചെയ്തിട്ടുണ്ട്. N2ന്റെ സിഗ്മ 1s2 ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിന്റെ ബോണ്ട് ഓർഡറും നമ്മളതിന്റെ കോൺഫിഗറേഷനും കൂടെ വരച്ചിരുന്നു, ഓർബിറ്റൽ ഡയഗ്രം കൂടെ വരച്ചിരുന്നു. Then 21st question, calculate standard enthalpy of formation of CH4 ആണ് ചോദിച്ചത്. നമ്മളെ ലൈവിൽ 2 ക്വസ്റ്റ്യൻ ചെയ്തു. അതൊന്ന് CH3OH ആണ് ചെയ്തത്, മറ്റൊന്ന് C2H6 ആണ് ചെയ്തത്. ക്വസ്റ്റ്യനിൽ CH4 സെയിം മെത്തേഡ് ആണ്. CH4 സെയിം മെത്തേഡ്. നോക്ക്, ഇവിടെ CH4, ഇവിടെ CH3OH, വേറെ ഒരു വ്യത്യാസമില്ല. ഇവിടെ C ഗ്രാഫൈറ്റ്, ഇവിടെ C ഗ്രാഫൈറ്റ്, ഇവിടെ H2 ഗ്യാസ്, H2 ഗ്യാസ്, വേറെ ഒരു വ്യത്യാസമില്ല. CH3OH എന്നുള്ളിടത്ത് CH4 ക്വസ്റ്റ്യനിൽ വന്നു. ബാക്കി നമ്മൾ ചെയ്തതുപോലെ തന്നെ SS-ലോ മൾട്ടിപ്ലൈ ചെയ്തും റിവേഴ്സ് ചെയ്തൊക്കെ എഴുതാനുള്ളത്. Then what are buffers? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, കോമൺ ആണ് എഫക്റ്റും ബഫർ സൊല്യൂഷൻ. ഞാൻ മോർണിംഗ് ബൂസ്റ്ററിൽ പ്രഡിക്ഷൻ നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു, അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. മോഡലിനും ചോദിച്ചു, ഇനിയും ചോദിക്കാമെന്ന്. എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ബഫർ സൊല്യൂഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്യൂട്ടബിൾ എക്സാമ്പിൾ. സിമ്പിൾ, എല്ലാം കറക്റ്റ് ആൻസർ ആണ് ഇവിടെ. ബഫർ സൊല്യൂഷൻ എന്താണെന്നുള്ളതിന്റെ ആൻസർ ഉണ്ട്. ദെൻ 2 ടൈപ്പ് ബഫർ ഉണ്ട്, അസിഡിക് ബഫറും ബേസിക് ബഫർ. ഞാൻ മോർണിംഗ് ബൂസ്റ്ററിൽ ഒന്നുകൂടെ അതെന്ത് ചെയ്തു, ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നു. അസിഡിക് ബഫർ, ബേസിക് ബഫർ, കാരണം അത് ബഫർ സൊല്യൂഷനെ കുറിച്ച് മോഡലിനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ലായിരുന്നു. അസിഡിക് ബഫറിന്റെ വ്യത്യസ്ത ടൈപ്പ് ആൻഡ് അതിന്റെ എക്സാമ്പിൾ ഒക്കെ ഇതിലുണ്ട്. ഓക്കെ, റെഡി, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 23rd ക്വസ്റ്റ്യൻ, ബാലൻസ്. ഐ തിങ്ക് മോഡലിനും ഇതേ ക്വസ്റ്റ്യൻ വന്നു ആൻഡ് മിസ് അതേ ക്വസ്റ്റ്യൻ ചെയ്യിച്ചു. മോഡലിന്റെ സമയത്ത് മോർണിംഗ് ബൂസ്റ്ററിൽ ഞാനും ഇതേ ക്വസ്റ്റ്യൻ ചെയ്യിച്ചിരുന്നു, മിസ്സും അതേ ക്വസ്റ്റ്യൻ ചെയ്തു. സെയിം ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇവിടുന്ന് കണ്ടുപോയി നമ്മൾ മിസ്സിന്റെ മുഖം നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. അത് നമ്മൾ ചെയ്തല്ലോ. റൈറ്റ് ദ മെറ്റാമേഴ്സ് ഓഫ് ദി കോമ്പൗണ്ട് C4H10O. അടുത്ത എന്റെ മുഖമാണ് വരേണ്ടത്. C4H10O. ഗിവ് ദെയർ IUPAC നെയിം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് മക്കൾ തെറ്റിക്കുന്നത്. അത് തെറ്റിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു തന്നിരുന്ന ഐഡിയ രാവിലെയും ഇന്നലെ രാത്രിയൊക്കെ. നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചത് മെയിനായിട്ട് എഴുതേണ്ട സാധനം ബട്ടറാണ്. അപ്പോൾ ഇത് നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് റൈറ്റ് ദ മെറ്റാമേഴ്സ് എന്നുള്ളതിന് അണ്ടർലൈൻ ചെയ്യണം, IUPAC നെയിം എന്നുള്ളതും സർക്കിൾ ഇടണം. അല്ലെങ്കിൽ അത് മറന്നു പോകും. നിങ്ങൾ മെറ്റാമേഴ്സ് എഴുതി അങ്ങ് പോകും. IUPAC ഇതിൻ്റെയൊക്കെ സ്വഭാവം അതാണ്, അത് എഴുതി അങ്ങ് പോകും. അപ്പുറത്തേക്ക് ആൻസർ ചെയ്തിട്ട് ഒരു മാർക്ക് ഉണ്ടാവില്ല. സോ ഞാൻ എന്നോടും കൂടിയാണ് പറയുന്നത്, അന്ന് എന്നെ ഓർമ്മയുണ്ട്. IUPAC നെയിംസും കൂടെ നിങ്ങൾ എഴുതണം. സോ ഇവിടെ നമ്മൾ മെറ്റാമേഴ്സ് മാത്രമാണ് എഴുതി, അതിന്റെ IUPAC നെയിം കൊടുക്കണം. സോ C4H10O എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു എഴുതാനുള്ള ട്രിക്ക് പറഞ്ഞത്, 4 ആണെങ്കിൽ മെറ്റാമർ ആകുമ്പോൾ 3+1 എന്ന് എഴുതാം, 2+2 എന്ന് എഴുതാം, എന്നിട്ട് എഴുതാം. എന്താണ് IUPAC നെയിംസ് വരിക? ഒന്ന് മീതോക്സി പ്രൊപ്പൈനും, ഒന്ന് ഈതോക്സി ഈതേനും. എനിക്കൊന്ന് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ആ പേര് ഇങ്ങനെ പറഞ്ഞു പോയിരുന്നു. ദെൻ ഡ്രോ സോഹോഴ്സ് പ്രൊജക്ഷൻ. മോഡലിന് ന്യൂമാൻ ചോദിച്ചു, അതുകൊണ്ട് പബ്ലിക്കിന് സോഹോഴ്സ് ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു. എക്ലിപ്സ്ഡ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ഈതെയിൻ. വിച്ച് ഓഫ് ദീസ് കൺഫർമേഷൻ ഈസ് മോർ സ്റ്റേബിൾ? സ്റ്റാഗേർഡ്. അത് നമ്മൾ പറഞ്ഞതാണ്. സോഹോഴ്സ് ഇങ്ങനെയാണ് വരക്കേണ്ടത്, ആരും ന്യൂമാൻ മാറ്റി വരച്ചില്ലല്ലോ. ദെൻ predict the products obtained when CH3 CH double bond CH2 propene react with the following reaction. പ്രൊപ്പീനിലേക്ക് H2 bar Ni, H2 in the presence of Ni PDPT. നീ പോടാ പാട്ടുകാരാ എന്ന് പഠിച്ചത് നമ്മൾ എഴുതിയതാണ്. അവിടെ പ്രൊപ്പീനിലേക്ക് H2 in the presence of Ni PDPT നമ്മൾ എഴുതിയതാണ്. പ്രൊപ്പീനിലേക്ക് H2 in the, ഇനിയിപ്പോൾ അത് ഇതിപ്പോൾ ഇനി നിങ്ങൾ പഠിക്കാതെ വേറെ വലിയ ഏത് കൊണ്ടുവന്നാലും ബോണ്ട് ബ്രേക്ക് ചെയ്ത് അപ്പുറത്ത് H വരും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ചെയ്തതാണ്. ദെൻ O3 and then Zn bar H2O. O3 ചേർക്കുന്നു, പിന്നെ സിങ്ക് ചേർക്കുന്നു. ഏതിലേക്കാണ്? പ്രൊപ്പീനിലേക്ക്. നമ്മൾ എഴുതിയതാ കണ്ടോ, പ്രൊപ്പീൻ. ഇത് CH3 എന്നുണ്ട് എൻ്റെ തലൻ്റെ അവിടെ. CH3 CH2 ഡബിൾ ബോണ്ട് CH3 CH, അയ്യോ അത് പ്രൊപ്പീൻ അല്ല കേട്ടോ, സോറി, അത് അങ്ങനെ തന്നെ എൻ്റെ തലൻ്റെ അവിടെ ഒന്നുമില്ല. CH2 ഡബിൾ ബോണ്ട് CH2 ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചെയ്തത്. ഐ തിങ്ക് ഞാൻ പ്രൊപ്പീനും ചെയ്തിട്ടുണ്ട് മോർണിംഗ് ബൂസ്റ്ററിൽ. ഇന്നത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ പ്രൊപ്പീൻ +O3 ഞാൻ ചെയ്ത് തന്നിട്ടുണ്ട്.
ഐ തിങ്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. സോ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. 27th ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് ബൈ ഓൾ ദി 4 ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താ ഇപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ നിന്ന് അതിൻ്റെ ഷെല്ല് മനസ്സിലാവാൻ പറ്റും, അതിൻ്റെ എനർജി മനസ്സിലാവാൻ പറ്റും, അതിൻ്റെ സൈസ് അങ്ങനെ പറയൂലേ. അടുത്ത അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണെങ്കിൽ അതിൻ്റെ സബ്ഷെല്ല് മനസ്സിലാവാൻ പറ്റും, അതിൻ്റെ ഷേപ്പ് പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നില്ല. അതാണ് ജസ്റ്റ് ചോദിച്ചിട്ടേ ഉള്ളൂ. അത് മിസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ക്വാണ്ടം നമ്പേഴ്സ് ചോദിക്കും എന്നുള്ളത്. ദെൻ 28th ക്വസ്റ്റ്യൻ, റൈറ്റ് 2 postulates ഓഫ് VSEPR തിയറി. കണ്ടപ്പോൾ നിങ്ങൾ ചാടി പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോസ്റ്റുലേറ്റ്സ് ആണ്, നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. ബേസ്ഡ് ഓൺ VSEPR തിയറി, എക്സ്പ്ലെയിൻ ദ ഷേപ്സ് ഓഫ് BF3, NH3, H2O. നമ്മൾ എല്ലാത്തിൻ്റെയും H2O-ൻ്റെയും NH3-ൻ്റെയും ഇനി തൊട്ടപ്പുറത്തെ സൈഡിലാണ് BF3 ഒക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചതാണ്. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ. BF മൂന്നും കൂടെ ഒരുമിച്ച് ചോദിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷയില്ല. ഞാൻ NH3, H2O ഏതെങ്കിലും ഒന്ന് ചോദിക്കുന്നതാണ് വിചാരിച്ചത്. ഡിഫൈൻ ദി ഫോളോയിങ്. ഡെഫിനിഷൻ ഞാൻ പ്രതീക്ഷിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യനിലും നമ്മൾ ചെയ്തിരുന്നു. ഡിഫൈൻ ഞാൻ ചെയ്തത് എൻട്രോപ്പിയും ഗിബ്സ് ഫ്രീ എനർജിയാണ്. അവിടെ ചെയ്തത് എൻട്രോപ്പിയും എൻതാൽപ്പിയാണ്. എൻതാൽപ്പി എന്താ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എൻതാൽപ്പി എന്താന്ന് പഠിച്ചിട്ടുണ്ട്, എൻട്രോപ്പി എന്താന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ദെൻ വാട്ട് ആർ സ്പോണ്ടേനിയസ് പ്രോസസ്, അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ് നമ്മൾ പഠിച്ചതാണ്. ദെൻ പ്രഡിക്ട് ദ സൈൻ ഓഫ് ഡെൽറ്റ ജി. എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ്സിന് ഡെൽറ്റ ജിയുടെ സൈന്? ഡെൽറ്റ ജി നെഗറ്റീവ് ആയിരിക്കും എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാർ ഇട്ടത് കണ്ടോ? എന്താ സ്റ്റാറിന്റെ അർത്ഥം അന്ന് ഞാൻ പറഞ്ഞു തന്നു. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ പറയുക, ഞാൻ പറഞ്ഞിരുന്നത് തെർമോഡൈനാമിക്സ് എന്ന് ചോദിച്ചത് മൊത്തം അന്ന് ചോദിച്ചിരുന്നത് മൊത്തം അതിന് മുന്നത്തെ ടോപ്പിക്കുകളിലായിരുന്നു. എൻട്രോപ്പിന്നും ഗിബ്സ് ഫ്രീ എനർജിന്നും സ്പോണ്ടേനിറ്റിന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അത് പബ്ലിക്കിന് ചോദിക്കാൻ വെരി ചാൻസ് കൂടുതലാണ്. ഇന്നത്തെ മോർണിംഗ് പോസ്റ്ററിൽ ഞാൻ പറഞ്ഞിരുന്നു. ദെൻ കൺസിഡർ, ഇത് പറയണ്ട, നമ്മൾ എല്ലാ ചാപ്റ്ററിലും എപ്പോഴും ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ലെഷാർട്ടിലെ പ്രിൻസിപ്പിൾ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എക്സാമ്പിൾ അത്. N2 + 3H2 = 2NH3. എന്നിട്ട് എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓൺ ദിസ് ഇക്വിലിബ്രിയം. പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെയും എഫക്റ്റ് ആണ് ചോദിച്ചത്. നമ്മൾ കോൺസെൻട്രേഷൻ അടക്കം ഇതിൽ പറയുന്നതാണ്. നമ്മൾ അതേ ക്വസ്റ്റ്യൻ ചെയ്താൽ നോക്കിക്കേ, സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ദെൻ കാൽക്കുലേറ്റ് pH ഓഫ് 0.02 മോളാർ HCl. 0.02 മോളാർ HCl pH. ഇവിടെ ചിലപ്പം ഇത് ഡയറക്റ്റ് ചെയ്യാനേ ഉള്ളൂ. എങ്ങനെ ഡയറക്റ്റ്? pH = ഞാൻ പറഞ്ഞില്ലേ മോഡലിനേക്കാൾ ഈസി എന്ന് പറയാൻ കാരണം അതാ, മോഡലിന് ചോദിച്ചത് pH-ന്റെ വാല്യൂ എന്നിട്ട് H+ന്റെ കോൺസെൻട്രേഷൻ ആണ്. തിരിച്ചു ചെയ്യാനായിരുന്നു. ഇത് ഡയറക്റ്റ് -log കോൺസെൻട്രേഷൻ ഓഫ് H+. മക്കളെ ഇത് ചില ആളുകളെങ്കിലും നമ്മൾ ചെയ്തത് H2SO4. അപ്പൊ H2SO4 2 H ആയതുകൊണ്ട് 2 കൊണ്ട് ഇൻറ്റു ചെയ്തിരുന്നു. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനും അല്ല, ഇത് ഡയറക്റ്റ് HCl. അപ്പൊ HCl-ന്റെ മോളാർ എന്ന് പറഞ്ഞാൽ അത് H+ന്റെ മോളാർ തന്നെയാണ്. കാരണം HCl എത്ര H ഉണ്ട്? 1. അപ്പോൾ ഒരു HCl-ന്റെ മോളാർ 0.02 ആണെങ്കിൽ ഒരു HCl-ന് ഒരു H+ കിട്ടും. അപ്പോൾ 0.02 മോളാറിന് 0.02 HCl കിട്ടും. അത്രേ ഉള്ളൂ. വേറെ കൺഫ്യൂഷൻ ആക്കാനൊന്നുമില്ല. H2SO4 ആണെങ്കിൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതുകൊണ്ട് ഡയറക്റ്റ് കൊടുക്കാവുന്നതേ ഉള്ളൂ. -log 0.02 എന്ന് കൊടുക്കാവുന്നേ ഉള്ളൂ. ഐ തിങ്ക് 1.69 സംതിങ് കിട്ടും. 1.69 കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. മോഡലിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ലസൈൻ ടെസ്റ്റ് ആയിരുന്നെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇലക്ട്രോമെറിക് എഫക്റ്റും ഇൻഡക്റ്റീവ് എഫക്റ്റും എന്താണെന്ന് പറയാനാണ്. ഞാൻ എനിക്ക് തോന്നുന്നു തലേന്നത്തെ ലൈവിൽ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു. ഞാൻ വെറുതെ പറഞ്ഞു പോയില്ല, എൻ്റെ കൂടെ പറയടാ മക്കളെ എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞ് എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് പറയാനൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. എൻ്റെ കൂടെ അന്ന് ഇരുന്ന് പഠിച്ചവർക്ക് ഈസി ആയിട്ട് എഴുതാൻ കിട്ടിയിട്ടുണ്ടാവും ഇലക്ട്രോമെറിക് എഫക്റ്റും ഇൻഡക്റ്റീവ് എഫക്റ്റും. അതുപോലെ തന്നെ ഹോമോലിറ്റിക് ഫിഷനും ഹെറ്ററോലിറ്റിക് ഫിഷനും. എന്താണ് ഹോമോലിസിസും എന്താണ് ഹെറ്ററോലിസിസും അതും ഞാൻ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒരുപോലെ ബ്രേക്ക് ചെയ്യുക, വ്യത്യസ്തമായിട്ട് നമ്മൾ ട്രിക്കൊക്കെ വെച്ചിട്ടാണ് പറയാറുള്ളത്. സോ മക്കളെ, ഇതെല്ലാം നമ്മൾ ഈസി ആയിട്ട് ചെയ്തതാണ് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ആൻസർ കീ ചെയ്തത്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾ തകർത്തെഴുതിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇനി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി നിങ്ങളുടെ അടുത്ത ലക്ഷ്യം +2-ലും ഇതുപോലെ തകർക്കുക എന്നുള്ളതാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ് മറക്കണ്ട. +2-ൽ നിങ്ങൾക്ക് ഉയരെ ബാച്ചിൽ നമ്മുടെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്തോളൂ. മാർച്ച് 20-ന് മുന്നേ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറിയാം. ഞാൻ പ്രത്യേകം സ്പെസിഫിക് ആയിട്ട് എടുത്ത് തന്നെ പറയും. കാരണം നിങ്ങളെ അത്രമേൽ ഹെൽപ്ഫുൾ ആക്കുന്ന വേറെ സംഗതി ഇല്ല. നമ്മളെ ക്ലാസ് നിങ്ങൾ അടിപൊളിയായിട്ട് കേട്ടതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്കുള്ളതാണ് മാർക്ക് മൊത്തം. അതുകൊണ്ട് ക്വസ്റ്റ്യൻ സെറ്റൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവമാണ്. ഒട്ടും വൈകണ്ട, വേഗം ജോയിൻ ചെയ്തോളൂ. സോ മക്കളെ, നിങ്ങൾക്ക് മുന്നോട്ടുള്ള ലൈഫിലും മുന്നോട്ടുള്ള എക്സാമിലും ഒക്കെ ഫുൾ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബെസ്റ്റ് വിഷസ് നേർന്നുകൊണ്ട് ഇതാ നിർത്തുന്നു. താങ്ക് യു. ബൈ.